ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 4 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനും ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയുമാവാനൊരുങ്ങി ഗോപി ചന്ദ് തോട്ടക്കുര. ആമസോണിന്റെ CEO ജെഫ് ബെസോസ് സ്ഥാപിച്ച ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനാണ് ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് എന്ന വാഹനത്തിൽ ഗോപിചന്ദ് ഉൾപ്പെടെ 6 പേരെ ബഹിരാകാശത്തെത്തിക്കുക. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയാണ് ഗോപിചന്ദ്. പൈലറ്റും US അറ്റ്ലാന്റിക്കയിലെ പ്രിസർവ് ലൈഫ് കോർ എന്ന സുഖചികിത്സാ സ്ഥാപനത്തിന്റെ മേധാവിയുമാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വെപ്പൺ സിസ്റ്റം പരീക്ഷണ വിജയം. രാജസ്ഥാനിലെ പൊക്രാനിലുള്ള ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടന്നത്. പകലും രാത്രിയും ഒരുപോലെ ഉപയോഗിക്കാനും മികച്ച ആക്രമണശേഷിയോടെ ശത്രു സൈന്യത്തിനെതിരെ പോരാടാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. കൂടുതൽ പരീക്ഷണങ്ങൾ പൂർത്തിയാവുന്നതോടെ സിസ്റ്റം കരസേനയുടെ ഭാഗമാവും. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 10ാം സ്ഥാനം. റഷ്യയാണ് 1ാം സ്ഥാനത്ത്. യുക്രൈൻ, ചൈന, US എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിറകിൽ. വിവിധ രാജ്യങ്ങളിലെ സൈബർ ക്രൈം വിദഗ്ധരിൽ നടത്തിയ സർവേ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ 2024 ഗ്ലോബൽ ഹെപ്പറ്റൈറ്റിസ് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് B, C രോഗബാധിതരുടെ എണ്ണത്തിൽ ചൈന 1ാമത്. 3.5 കോടി രോഗബാധിതർ ചൈനയിലുണ്ട്. ഇന്ത്യയാണ് 2ാം സ്ഥാനത്ത്. ആഗോളതലത്തിലെ കണക്കുകൾ പ്രകാരം ലോകത്ത് 254 ദശലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും 50 ദശലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് സിയും ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്രിക്കറ്റ് പിച്ച് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഒരുങ്ങുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പിച്ച് നിർമ്മിക്കുന്നത്. 2020 ഏകദിന മത്സരങ്ങൾക്ക് ഹൈബ്രിഡ് പിച്ച് ഉപയോഗിക്കാമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അനുമതിയെ തുടർന്നാണ് പുതിയ പിച്ചുകളുടെ നിർമ്മാണം. നെതർലൻഡ്സ് ആസ്ഥാനമായുള്ള സിസ് ഗ്രാസ് ആണ് പിച്ചുകൾ നിർമ്മിക്കുക. ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലെ പ്രകൃതിദത്ത പുല്ലുകൾക്കൊപ്പം പോളിമർ ഫൈബർ ചേർത്താണ് ഹൈബ്രിഡ് പിച്ചുകൾ നിർമ്മിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC ബാങ്കാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ കവരത്തി ദ്വീപിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലക്ഷദ്വീപിലെ ബാങ്കിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഡിജിറ്റൽ ബാങ്കിംഗ്, പേഴ്സണൽ ബാങ്കിംഗ്, QR സേവനങ്ങൾ എന്നിവ ലക്ഷദ്വീപ് നിവാസികൾക്കായി ഒരുക്കുകയാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഇതോടെ കേന്ദ്രഭരണ പ്രദേശത്ത് ശാഖയുള്ള ഏക സ്വകാര്യ മേഖലാ ബാങ്കായി HDFC മാറി. സംഗീത സംവിധായകനും ഗായകനുമായ KG ജയൻ അന്തരിച്ചു. ഇരട്ട സഹോദരനായ വിജയനൊപ്പമുള്ള കൂട്ടുകെട്ട് സംഗീത രംഗത്ത് ഏറെ പ്രശസ്തമായിരുന്നു. ശ്രീകോവിൽ നട തുറന്ന പൊന്നമ്പലത്തിൽ, ഹൃദയം ദേവാലയം, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി തുടങ്ങി ശ്രദ്ധേയമായ ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംവിധായകനും നിർമ്മാതാവും ഗാനരചയിതാവുമായ ഉണ്ണി ആറന്മുള അന്തരിച്ചു. KR ഉണ്ണികൃഷ്ണൻ നായർ എന്നതാണ് യഥാർത്ഥ പേര്. എതിർപ്പുകൾ, സ്വർഗം എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം അംഗമായിരുന്ന ഡെറക് ആൻഡർവുഡ് അന്തരിച്ചു. 86 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നായി 297 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 1966
1982 കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിനായി കളിച്ചത്. ആകെ വിക്കറ്റ് നേട്ടത്തിൽ ആറാമനാണ് ഡെറക്. കെന്റ് ക്രിക്കറ്റ് ടീമിന്റെ കളിക്കാരനായിരുന്നു. 30 വർഷത്തിനു ശേഷം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരിക്കാനൊരുങ്ങുന്ന ഇന്ത്യൻ ചിത്രമായി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. പായൽ കപ്പാഡിയയാണ് ചിത്രത്തിന്റെ സംവിധായക. 1994 ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം ആണ് ഇതിനു മുൻപ് കാൻ ചലച്ചിത്രമേളയിൽ പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിച്ചത്. ഇൻഡോ ഫ്രഞ്ച് സംയുക്ത സംരംഭമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം. മലയാള ചലച്ചിത്ര താരങ്ങളായ ദിവ്യപ്രഭ, കനി കുസൃതി എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ. 1946 ചേതൻ ആനന്ദ് ഒരുക്കിയ നിചാൻ നഗർ ആണ് പാംഡിയോർ പുരസ്കാരം നേടിയ ഏക ഇന്ത്യൻ ചിത്രം. വരയാടുകളുടെ പ്രജനനത്തിനായി ഫെബ്രുവരി മുതൽ അടച്ചിട്ട ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 മുതൽ സന്ദർശകർക്കായി തുറന്നു. ഈ സീസണിൽ ഇവിടെ 110-ലധികം വരയാടൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൗദ്യോഗിക കണക്കുകൾ. മിന്നു മണിക്ക് ശേഷം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ: ഉത്തരം സജന സജീവൻ, ആശാ ശോഭന. 2024 ISL ലീഗ് വിന്നേഴ്സ് ഷീൽഡ് നേടിയ ടീം: ഉത്തരം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ്. 2024 ജർമ്മൻ ബുണ്ട്സ് ലീഗ കിരീടം നേടിയത്: ഉത്തരം ബയർ ലെവർക്യൂസൻ. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം: ഉത്തരം റൊമാനിയ. പുതിയ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ പുരുഷ ടീം: ഉത്തരം അർജന്റീന. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനം: ഉത്തരം മിത്ത് വേഴ്സസ് റിയാലിറ്റി രജിസ്റ്റർ. IPL-ൽ 4000 റൺസ് നേടുന്ന ആദ്യ മലയാളി ക്രിക്കറ്റ് താരം: ഉത്തരം സഞ്ജു വി സാംസൺ. 2024 75-ാം വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന: ഉത്തരം നാറ്റോ. 2024 ജാപ്പനീസ് ഗ്രാൻഡ് പ്രീ ജേതാവ്: ഉത്തരം മാക്സ് വെസ്റ്റപ്പൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണറായി നിയമിതയായ വ്യക്തി: ഉത്തരം ലിൻഡി കാമറൂൺ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിതയായത്: ഉത്തരം ക്രിസ്റ്റലീന ജോർജീവ. IPL-ൽ ഒരു ടീമിനായി 150 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം: ഉത്തരം ജസ്പ്രീത് ബുംറ. ഇതോടെ 2024 മെയ് 4 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.